ഭൂരിപക്ഷം പാർലമെൻറ്റ് അംഗങ്ങളുടെ ആനുകൂല്യത്തോടുകൂടി ഭരണഘടന തിരുത്തുന്നതിൽ എപ്രകാരമാണോ അധർമ്മമില്ലാത്തത് അല്ലെങ്കിൽ തെറ്റില്ലാത്തത്, അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി ഒരു സവിശേഷമായ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സഹധർമ്മിണി അല്ലെങ്കിൽ പത്നി ആ ഭർത്താവിൻ്റെ ആവശ്യമനുസരിച്ച് അന്യപുരുഷന്മാരിൽ നിന്ന് സന്തതിയെ നേടുന്നത്. അപ്പോൾ അതൊരു ധർമ്മശാസ്ത്ര ലംഘനമായി കണക്കാക്കിയിരുന്നില്ല. അതിന് അനേകം ഉദാഹരണങ്ങൾ പാണ്ഡു പറയുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വംശത്തെ നിലനിർത്തുന്നതിനും സന്തതികൾ ലഭിക്കുന്നതിനും വേണ്ടി ഏതെല്ലാം തരത്തിൽ ഓരോ വലിയ കുടുംബങ്ങളിലും സാധാരണ കുടുംബങ്ങളിലും മുനിവാടങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ എന്ത് ചെയ്തിരുന്നു എന്നതിന് അനേകം പഴങ്കഥകൾ, പുരാവൃത്തങ്ങൾ എടുത്ത് ഉദാഹരണത്തോടുകൂടി പാണ്ഡുവിൻ്റെ ആവശ്യത്തെ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പാതിവൃത്യ ലംഘനമാകണമെങ്കിൽ കുന്തി ഇത് തുടരണം. ഭർത്താവിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടും കുന്തി ഓരോരുത്തരെ വിളിച്ച് സന്തത്യുൽപാദന ശക്തി നശിക്കുന്നതുവരെ സന്തതികളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ പാതിവൃത്യ ലംഘനമെന്ന് പറയാവൂ. അപ്പോൾ ഇത് ഭരണഘടന തിരുത്തുന്നത് പോലെയുള്ള വളരെ സാധുവായ ഒരു പ്രക്രിയയാണ് എന്ന് ധരിച്ചാൽ അതേ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഒട്ടുമിക്കതും പരിഹൃതമാകും എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഭർത്താവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് നല്ല അർത്ഥം. ഒന്ന്, പിന്നെ ഭർത്താവ് അങ്ങനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നും ഭർത്താവ് തൻ്റെ അഭിപ്രായം, തൻ്റെ വംശം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നു എന്നും അർത്ഥമല്ലേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിർത്തിക്കളയുന്നത് പോലെയാണ്. ഇവിടെ ഭരിക്കാൻ ആളില്ലാതെ വരുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം സംജാതമാകുന്നു. ഒരു ഭരണത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകും. കുന്തിക്ക് പുത്രന്മാർ ജനിക്കാതെ വന്നാൽ അത് ഒരു ഭരണ പ്രതിസന്ധിക്ക് കാരണമാകും. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അവ്യവസ്ഥിതി ഉണ്ടാകുന്നതിനും സോഷ്യൽ ഓർഡർ, സാമൂഹ്യമായ വ്യവസ്ഥിതി തകരുന്നതിനും കാരണമാകും. ഇങ്ങനെ നാം ഒറ്റ നോട്ടത്തിൽ കാണാത്ത അനേകം രാഷ്ട്രീയവും ദത്തെടുക്കൽ ഒരു പോസിബിലിറ്റി അല്ലേ ആണ്. ഇവിടെ ഇപ്പൊ പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, പെൺ സന്തതികളെ ദത്തെടുക്കുക, അങ്ങനെയൊക്കെ ദത്തെടുക്കാറുണ്ട്. അപ്പൊ അതിന് ആ ദത്തുപുത്രന് പിതാവിന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് ധർമ്മശാസ്ത്രപരമായ അനുമതിയുണ്ട്. പക്ഷെ ജനിച്ച ഒരു കുട്ടിയേക്കാൾ നല്ലത് ജനിക്കാൻ പോകുന്ന കുട്ടിയാണ്. കാരണം ഈ ജനനത്തിന് മുഹൂർത്തം നോക്കുക തുടങ്ങിയ ജ്യോതിശാസ്ത്രപരമെന്ന് ഇപ്പോൾ പറയാത്തതും, എന്നാൽ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിൽ നമ്മുടെ പൗരാണിക സങ്കല്പത്തിൽ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ആളുകൾ ജ്യോതിശാസ്ത്രം വേറെ, ജ്യോതിഷം വേറെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം വേറെ, ജ്യോത്സ്യം വേറെ എന്ന നിലയിൽ ഒരു സങ്കല്പം, അസ്ട്രോണമിയും അസ്ട്രോളജിയും എന്ന നിലയിൽ അങ്ങനെ ഒരു വേർതിരിവ് കൽപ്പിച്ചിട്ടുണ്ട്. പണ്ടങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. അപ്പോൾ ജ്യോതിഷപരമായ പ്രാധാന്യം അതിനുണ്ട്. ദത്തുപുത്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിച്ചു പോയിരിക്കുന്നു. അയാളുടെ കർമ്മങ്ങൾ നിർണീതമായിരിക്കുന്നു. ജനിച്ച ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ നിർണീതമാണ്. ഒരു സുനിശ്ചിതത്വവാദം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. അല്ലാതെ മനുഷ്യൻ്റെ ജീവിതം ഒരു യാദൃശ്ചിക സംഭവമായി നമ്മുടെ പൗരാണികന്മാർ സങ്കല്പിച്ചിട്ടില്ല. ഇതൊന്നും യാദൃശ്ചിക സംഭവങ്ങളല്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു തിയറി ഓഫ് സെർട്ടൻറ്റി, ഒരു സുനിശ്ചിതത്വവാദം ഈ ഭാരതീയമായ എല്ലാ വാദഗതികളുടെയും പിന്നിലുണ്ട്. അപ്പോൾ സംഗതികൾ ജനിക്കാൻ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കർമ്മഗതികളെല്ലാം, അയാളുടെ അനുഭവങ്ങളും അയാളുടെ സുഖദുഃഖങ്ങളും എല്ലാം, അയാളുടെ സ്വഭാവവും എല്ലാം പൂർവ്വനിർണീതമാണ്.